ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫേസിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് ചർമ്മം നല്ല സോഫ്റ്റായിട്ട് കാത്തു സൂക്ഷിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കറ്റാർവാഴ ലീഫ് എടുക്കുന്നു. നമുക്ക് എത്രത്തോളം ഉണ്ടാക്കണമെന്നതിന് അനുസരിച്ച് നമുക്ക് ലീഫ് എടുക്കാം. വലിയതൊക്കെ ആണെങ്കിൽ ഒരു തണ്ട് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കാവുന്ന മാത്രം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക. കട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള ഒരു യെല്ലോ ലിക്വിഡ് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ചിലർക്കത് സ്കിന്നിന് യോജിക്കണമെന്നില്ല. അപ്പോൾ നമ്മളിത് അരിഞ്ഞൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ നന്നായിട്ടത് ആ ഒരു യെല്ലോ ലിക്വിഡ് മാക്സിമം കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ജെല്ലെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ഇത്രയും ജെല്ലെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം നമുക്ക് 1 ഗ്ലാസ് കറ്റാർവാഴ ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഓയിൽ എടുക്കുകയാണ്. ഓയിൽ നമ്മൾ 2 ഗ്ലാസ് ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറ്റാർവാഴയുടെ പൾപ്പും കൂടി ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കാണുന്നത് കറ്റാർവാഴയിലുള്ള ജലാംശം നന്നായിട്ട് തിളക്കുന്നതാണ്. ആ വെള്ളത്തിൻ്റെ അംശമാണ്, അതുകൊണ്ടാണ് ഇത്ര ഈ രീതിയിൽ തിളയ്ക്കുന്നത്. അപ്പോൾ ഇത് പതുക്കെ കുറഞ്ഞു വരും കേട്ടോ. ഇതിൽ 2 തരം ഹെർബൽ പൗഡേഴ്സ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. ഇപ്പം നമ്മുടെ ഈ കറ്റാർവാഴ ഓയിലിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. അവസാനത്തൊരല്പം വെള്ളം കൂടിയേ പറ്റാനുള്ളൂ, ബാക്കിയൊക്കെ പറ്റി തീർന്നു. ആ തിളയ്ക്കലിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം തിളച്ച രീതിയിലല്ല ഇപ്പോൾ ഈ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ കറ്റാർവാഴ ജ്യൂസ് ഒന്ന് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ച് ആണ് ഒഴിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെയും നമ്മൾ നന്നായിട്ട് ഈ ഒരു ഓയിൽ പ്രിപ്പറേഷൻ ടൈമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിയിലൊന്നും ഒട്ടും പിടിക്കാതിരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് തീ കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ രീതിയിൽ പൊട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ എണ്ണ തിളക്കുന്നത് നമുക്ക് വെള്ളം പൊട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ലേശം മാത്രമേ ഉള്ളൂ. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം ലിക്കറോസ് പൗഡർ. ഇരട്ടി മധുരമാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ല ചൂടല്ലേ, ആ ചൂടിൽ നിന്ന് ഇത് ആയിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. പൊടി ഇടുമ്പോൾ എപ്പോഴും തീ ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ടിട്ട് ആ സമയത്താണ് നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണം പോകും, ഇത് കരിഞ്ഞു പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ റെഡിയായി, അതൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ഉണങ്ങിയ ബോട്ടിൽ വേണം ഇത് ഒഴിച്ച് വെക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുക. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബോട്ടിൽ ഒരു ചെറിയൊരു ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ട് അതെപ്പോഴും തുറക്കി ഇടയ്ക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേത് നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ അത് നമ്മൾ ഒരു ബോട്ടിൽ സെപ്പറേറ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഓയിലാണ്. ഒരു 15-20 മിനിറ്റ് മുമ്പാണ് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓയിലാണ്. വളരെ നല്ല ഒരു റിസൾട്ടുള്ളൊരു ഓയിൽ കൂടിയാണ് കേട്ടോ. നമ്മളൊരു സ്കിൻ കെയർ ഓയിൽ നമ്മൾ വീട്ടിൽ ലൈറ്റായിട്ടുള്ളൊരു ഓയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.